കനി എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ എങ്ങനെയാണ്? ഈ കാണുന്ന പോലെയാണ് കനിയെ കുറിച്ച് നമ്മൾ ലൊക്കേഷൻ എന്നല്ല, കനി എല്ലായിടത്തും ഈ കാണുന്ന പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. കനിയെ പറ്റി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനോട് മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇന്റർവ്യൂവേഴ്സിന് ഉള്ള കനിയെ പറ്റി ഒരു പിക്ചർ ഉണ്ട്. അത് തന്നെ ആയിരിക്കും പൊതുജനത്തിനുള്ള പിക്ചർ. കനി എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനും. ഈ പറയുന്ന പോലെ അങ്ങനെ വർക്ക് ചെയ്യാണ്. അവരെ വിളിക്കുക, അവർ ലേറ്റായോ അല്ലെ കനി വന്ന് നിന്നിട്ട് ഷോട്ട് റെഡി ആയില്ല, അങ്ങനെയൊക്കെ ചിലപ്പം പലർക്കും വിഷയമുണ്ട്. കനിക്ക് അങ്ങനെയൊന്നുമില്ല. കനി നമ്മുടെ കൂടെ തന്നെ, കനി പിന്നെ ഷൂട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഞങ്ങൾ അവിടെ രാത്രിയൊക്കെയാണ് ഞങ്ങളെല്ലാം കൂടെ അവിടെ വാജി അടിച്ചിരിക്കും, 2 ഷോട്ട് കൂടെ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ചില നിലപാടുകൾ വ്യക്തമാക്കുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് കനിയെ പറ്റി, കനി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ മൈത്രേയൻ, അവരുടെ ലൈഫ്, ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പോൾ കനിക്കൊരു പ്രത്യേക പരിവേഷം ജനങ്ങൾ കൊടുക്കും. പക്ഷെ കനിയെ സംബന്ധിച്ച്, കനിയെ അറിയാവുന്നവർക്കറിയാം, കനിയെ സംബന്ധിച്ച് വളരെ ഓർഗാനിക്കായിട്ട് വരുന്ന നിലപാടുകളും ഓർഗാനിക്കായിട്ട് വരുന്ന വർത്തമാനങ്ങളാണ്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ ആലോചിച്ചു വിട്ടു പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ ഇന്ന് ഈ നിലപാട് പറയാൻ പാടില്ല, അപ്പോൾ അതിന് ഇന്ന പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് വന്നിട്ട് പറയാം. കനി എങ്ങനെയാണ്? കനിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ കനിയെ സംബന്ധിച്ച് അത്ഭുതമായിരിക്കും. ഒരു പെർസെപ്ഷൻ. ഞാൻ കനി ചെയ്തത് നന്നാവെന്ന് വിചാരിക്കുകയും എന്നാൽ കനിയൊന്ന് വിളിച്ചാലോ, ഇവളിതൊക്കെ ചെയ്യും നമ്മളെ വിളിച്ച് ഞാൻ അവൾക്ക് എന്നെ പറ്റില്ല, എനിക്ക് അവളെ പറ്റില്ല. അപ്പൊ അവൾ ആദ്യം അടിച്ചു നോക്കുന്ന കസബ കാവലി അല്ല, നമ്മൾ ചിന്തിക്കുന്നതല്ല. ഇവര് അടിപ്പടമൊക്കെ ചെയ്യുന്നത് മെയിൻ സ്ട്രീം പടങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഇവരെന്തായിരിക്കും എന്റെ അടുത്ത് കഥ പറയാമെന്നൊക്കെ വിചാരിക്കോ? ഒന്ന്, എനിക്ക് മെയിൻ സ്ട്രീം സിനിമയാണ് ഇഷ്ടം. എനിക്ക് ശരിക്കും ഞാനുള്ള എന്താണ് ഇൻഡിപെൻഡൻസ് സിനിമ എടുക്കുന്നവരത്തൊക്കെ അടി തന്നെ അതിനാണ്. എനിക്ക് ശരിക്കും തിയേറ്ററിൽ സിനിമ ഇറക്കണം എന്ന് ചിന്തിച്ച് എഴുതുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പേഴ്സണലി ഉള്ള ബഹുമാനം. കാരണം അതിന് വേറൊരു പണിയുണ്ട്. ആ പണീനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. മറ്റത് റെസ്പെക്ട് ഇല്ല എന്നല്ല, പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് അല്ലാതെ എടുക്കുന്നൊരു നമ്മൾ എന്തോ ഒരു അടി പോലെ തോന്നും ചില സമയത്ത് സംസാരിക്കുമ്പോൾ അവരോട്. അപ്പൊ ഞാൻ അങ്ങനെയല്ല, ഇത് രണ്ടിൻ്റെതായ പണിയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ആളുകൾ കാണണം, അതിനൊരു വേറൊരു സ്ട്രക്ചർ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എപ്പിസോഡിനുള്ള ഒരു ആർക്ക്. ഇതൊക്കെ ഞാൻ സിനിമേനെ ചിന്തിക്കുന്ന സ്ഥലം അതാണ്. ക്രാഫ്റ്റ് എവിടെ ആയിരിക്കണം, ഒരാള് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവണം, ഇതൊക്കെ എഴുതുന്ന ആൾ ആലോചിച്ച് അതങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. അതാണ് എന്നെയൊക്കെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരാളെ വരച്ച വരയിൽ ഈ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ നോക്കുന്നു. ചിലപ്പോൾ അതൊന്ന് ഫുൾ പൊളിഞ്ഞു പോയിരിക്കും, പക്ഷെ നമ്മുടെ ശ്രമമാണല്ലോ അത്. ഒരാളെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ ഇവരെ കൊണ്ട് കേട്ടിരിക്കാൻ പറ്റുമോ? ഒരു ആക്ടർ ആണെങ്കിൽ ഒരു മോണലോഗ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് പറഞ്ഞ ആ കോൺസെൻട്രേഷൻ നിർത്തണം. ഇപ്പൊ ഉർവശി ചേച്ചിയൊക്കെ ഇപ്പോൾ ഉള്ളൊക്കെ കണ്ടപ്പോൾ അതിൽ നല്ല രസമുള്ള കുറെ സീനില് മാം ഇങ്ങനെ പെർഫോം ചെയ്ത് ഞാൻ നോക്കണം, അവര് നമ്മൾ ആരും വേറെ ഒന്നും ജീവിതത്തിൽ അപ്പൊ ആലോചിക്കാതെ അത് മാത്രം കണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ആകർഷിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അവന് ആ രീതിയിൽ എനിക്ക് അങ്ങനെ എന്നെ വെറുതെ അല്ലെ തന്നെ ആളുകൾ പറയും ഞാൻ ചൂസ് ചെയ്തിങ്ങനെ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് വർക്ക് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി. എനിക്ക് മാത്രമല്ല, എന്റെ ചുറ്റുമുള്ള ഞങ്ങൾ പല കൂട്ടരും എപ്പോഴും പറയും നമുക്ക് അതാണ് ഇഷ്ടം. മറ്റേ സിനിമകൾ മോശമോ ഈ സിനിമ മോശമോ അങ്ങനെയല്ല, ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷനാണ്. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. ഞാനിങ്ങനെ നിതിൻ എന്താ എന്നെ വിളിച്ചേ, കാരണം എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. അപ്പൊ ഞാൻ എന്നെന്താ അങ്ങനെ ആലോചിച്ചു കേട്ടോ, അതോ മാത്രമേ ആലോചിച്ചു. എന്നെ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ ഈ പെർസെപ്ഷനിലാണ് ഞാൻ വിളിക്കുന്നതും സംസാരിക്കുന്നതും. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പം ആള് ഇപ്പൊ ഇവിടെ എങ്ങനെയാണോ അങ്ങനെയാണ് എന്ന് മനസ്സിലായത്. നമുക്ക് നേരിട്ട് കുറച്ചുകൂടെ മനസ്സിലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ എനിക്കൊന്നും നേരിട്ട് ഞങ്ങൾ ലൊക്കേഷന്റെ എപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഒരു 5 മിനിറ്റ് തന്നെ ഓക്കെ. അല്ല, പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റിൽ ചിലപ്പോൾ അത്രയും സ്വഭാവം ഇതാണെങ്കിലും നമുക്ക് അത്രയും കംഫർട്ട് എല്ലാവരോടും തോന്നുമ്പോൾ നമ്മൾ ഫുള്ളി റിലാക്സ് ആവും. അങ്ങനെ ഫുള്ളി റിലാക്സ്ഡ് എല്ലാ സെറ്റിലും ഒന്നും ചിലപ്പോൾ പറ്റണമെന്നില്ല. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതെ അതെ ഉറപ്പായിട്ടും. ചില എനിക്ക് മലയാളത്തിൽ അങ്ങനെ പണ്ടെങ്ങാനും ചിലപ്പോൾ അങ്ങനെ കംഫർട്ട് അല്ലാത്ത സെറ്റ് ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊക്കെ ഇപ്പൊ മനു അശോകന്റെ സീരീസ് ചെയ്യുന്നിടത്തൊക്കെ എനിക്ക് ശരിക്കും അങ്ങോട്ട് പോവാൻ തോന്നുന്നു. നമുക്കപ്പോൾ രാവിലെ എനിക്കിപ്പം പക്ഷെ അത് നേരത്തെ പറയാം, നമുക്ക് രാവിലെ പോവാം, എല്ലാവരും നമ്മൾ കുറെ തമാശ പറയും. അങ്ങനെ റൂമിലിരിക്കുന്ന ഇത്രയും മടുപ്പുള്ളൊരു കാര്യമില്ല നമ്മുടെ ഇതുപോലത്തെ ലൊക്കേഷനുകളിൽ. നമുക്ക് ഉച്ചവരെ വർക്കില്ലാന്നൊക്കെ പറയുമ്പോൾ ഇറിറ്റേഷനാണ്. 9 മണിയാകുമ്പോൾ എന്നെ കൊണ്ടുപോകും, ഞാൻ ലൊക്കേഷനിൽ വന്നിരുന്നോളാം സഞ്ജയനോട് ചോദിച്ചോ. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സുരാജ് ചേട്ടൻ അതുപോലെ ഭയങ്കര പെർഫോമർ ആണല്ലോ. അപ്പൊ ആള് ഈ അഭിനയം കഴിഞ്ഞിട്ടും മൈക്കെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടനാടും ആലപ്പുഴയൊക്കെ കനിയുടെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ പലയിടത്തും ഈ ക്യാരവാനൊക്കെ
ഊരെ കൊണ്ടുപോകും. ആ caravan അപ്പൊ ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ത്രൂ അവിടെ തന്നെ ഇരിക്കുവല്ലോ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന വേറൊരു രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും mingle നമ്മൾ അവിടെ ഉള്ള വീടുകളൊക്കെ തന്നെയാണ് ഫുഡ് കഴിച്ചതും ഒക്കെ അങ്ങനെയൊക്കെ മൊത്തത്തിൽ. അല്ല, കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു വിജയവും വലുതാണ് ഇതിനെ. അതിന് മാറ്റമൊന്നുമില്ല. കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് എത്രയോ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷവും, എത്ര വൈകിയാലും പ്രശ്നമില്ല, എത്ര ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ അല്ലെങ്കിൽ സീരീസ് ഇതായിരിക്കും. കഴിഞ്ഞ 2 സിനിമകളെക്കാൾ അത് എൻജോയ് ചെയ്തില്ലെന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ അയ്യോ ഇത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നുന്നു. തീർന്നു പോയപ്പോ അല്ലേ, പെട്ടെന്ന് സിനിമയ്ക്ക് പിന്നെ വേറെ കുറെ ടെൻഷൻസ് ഉണ്ട്. ഉണ്ട്. ഇതൊരു സിനിമ എന്ന് പറയുമ്പം അത് റിലീസ് ചെയ്യണം, ഇതിന്റെ ഓഡിയൻസിന്റെ റിയാക്ഷൻ എന്ത് വരും, ഇത് കളക്ഷൻ വരുമോ, നമ്മൾ പറയുന്ന ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റുമോ, ഇത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്ററുകൾ, പ്രൊമോഷൻ, കുറേ ടെൻഷൻസ് ഉണ്ട്. ഇതിൽ അത്ര ടെൻഷൻസ് ഇല്ല. കാരണം ഇതൊരു പ്ലാറ്റ്ഫോമിൽ ആ പ്ലാറ്റ്ഫോമിന്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പ്രൊമോഷൻസ് കാര്യങ്ങൾ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. മറ്റു ടെൻഷൻ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതുണ്ട്. പറഞ്ഞ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യാന്നുള്ളതുണ്ട്. വർക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് നടക്കുമ്പോൾ പോലും നമ്മളൊക്കെ റിപ്പീറ്റ് ചെയ്യാം അടുത്ത പ്രോജക്റ്റുകളും. അപ്പോൾ ഇതോടെ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവർ റെഡിയാണ്, പിടിച്ചാ മതി. അവർ റെഡി ആയിട്ടാണ് ഇങ്ങനെ സന്തോഷങ്ങൾ തരുന്ന മുഹൂർത്തങ്ങൾ തരാം. ഞങ്ങൾ വിളിച്ചോളൂ, പുതിയൊരു പരസ്യമായി. ഇതിന് സന്തോഷം നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളൂ. ആ ടാഗിലും വെച്ചിട്ട് പരസ്യം ആയിക്കോട്ടെ. ഈ ഇപ്പൊ നേരത്തെ പ്രശാന്ത് പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട്, ഈ നമ്മളെല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് കനിയെ സംബന്ധിച്ചും. എല്ലാം തുറന്നു പറയുന്ന വ്യക്തി അല്ല, നമ്മൾ തുറന്ന് പറയും. നമുക്ക് എന്താണ് പറയണത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്ന വ്യക്തി തന്നെയാണ്. എനിക്കറിയാം, ഞാൻ റിപ്പോർട്ട് ടിവിയിലുള്ളപ്പോഴാണ് ഞാൻ വിളിക്കുന്ന അവാർഡ് കിട്ടിയപ്പോൾ, ബിരിയാണിക്ക് അവാർഡ് കിട്ടിയപ്പോ ഞാൻ തുറന്നു പറഞ്ഞോ ഞാനപ്പോ ഒരു ചാനലുകാർക്ക് ഞാൻ എന്റെ കൊടുത്തിരുന്നു. അത് റിപ്പോർട്ടറല്ലെന്ന് തോന്നുന്നു. നമ്മള് മീറ്റ് ദ എഡിറ്റേഴ്സിന് വന്ന ഞാൻ നികേഷ് സാർ ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തും പറയാൻ എന്ന് ഒരു വിചാരമല്ല. നമ്മളോട് എങ്ങനെയാണ് ആളുകൾ പെരുമാറുന്നത് ആ രീതിക്കുള്ള മറുപടി കൊടുക്കുന്ന കനീനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഒരാൾ പറഞ്ഞാൽ ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും വെച്ചാൽ കനി എന്ത് പറയും? കനി ചിലപ്പോ ഒരു വിഷമം തോന്നിയ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റിലായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരു കാരണം ഫീൽ എന്ന് പറയുന്നത് ഞാൻ ഒന്നത് അതൊക്കെ അപ്പോഴേ കളയും. എനിക്ക് ഓർമ്മ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി അത് ഓർത്തെടുത്തിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതാരായാലും എനിക്ക് അങ്ങനെ ഞാൻ ഹേർട്ട് മനസ്സിൽ വെക്കാറില്ല. ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നത് അടുപ്പമുള്ളവർ പറഞ്ഞാൽ എനിക്ക് ഹേർട്ട് ഇപ്പോ കുട്ടികാലത്തൊക്കെ കുറച്ചും കൂടെ നമുക്ക് ആ പരിചയമില്ലാത്തവർ പറഞ്ഞാലും സങ്കടം വരുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവരും അങ്ങനെ മാറുമായിരിക്കും. എനിക്കങ്ങനെ അടുപ്പമില്ലാത്ത നമ്മൾ അറിയാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഹേർട്ടൊന്നും വരത്തില്ല. എനിക്ക് ഹേർട്ട് വരുന്നത് ഞാൻ ആരെങ്കിലും വിഷമിക്കുകയാണ് എനിക്ക് ശരിക്കും ഹേർട്ട് വരുന്നത്. ഇപ്പം തന്നെ ഇന്ന് ഞാൻ ഒരാളുടെ അടുത്ത് ഇപ്പം ആരെന്നാ പറഞ്ഞില്ല, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഹേർട്ടായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് സങ്കടം വന്നു. ഞാൻ വെച്ച് ദൈവമേ ഞാൻ എന്തിനാണ് ഇപ്പം അവരെ പറഞ്ഞത്. അതെനിക്ക് ഹേർട്ടാവാറുണ്ട്. എനിക്ക് ശരിക്കും ഹേർട്ടാവുന്നത് ഞാൻ വേറെ ആരെങ്കിലും വിഷമിപ്പിക്കുമ്പോഴാണ് ശരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ അടുപ്പമുള്ളവരും അവർ നമ്മളോട് എന്തെങ്കിലും പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ. അപ്പം നമുക്ക് ഹേർട്ടാവുമ്പോൾ നമുക്ക് 2 വിഷമാണ് ഉണ്ടാവുന്നത്. നമുക്ക് വിഷമാവുന്നതും പക്ഷെ അവരെ കൊണ്ട് നമ്മളിത് പറയിപ്പിച്ചു എന്നുള്ള വിഷമം. ഇതൊക്കെ അടുപ്പമുള്ളവരുടെ ഇടയിലാണ് എനിക്കുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയുകയും അത് ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്തിട്ട് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എന്നുള്ളത്. ഹേർട്ടൊന്നുമല്ല. നമ്മൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ ആണെങ്കിൽ ഇനി എവിടെ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞതൊന്നും അല്ലാത്ത ആളുകൾ പറയുന്നു ഇതെന്ത് ഇങ്ങനെ അങ്ങനെ തോന്നാറുണ്ട്. എന്ത് എന്നീ ലോകം. പിന്നെ എനിക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു ആളുകൾക്ക്. എനിക്കറിയില്ല, അങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ തന്നെ തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ തലക്കെട്ടായിട്ട് തന്നെ ചിലപ്പോൾ ഇന്റർവ്യൂ ആണോ തന്നെ കൊടുക്കുള്ളൂ. പിന്നെ അതിന്റെ താഴാണല്ലോ എഴുതുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അത് കണ്ട് അന്താളിക്കുക എന്നാണ് എനിക്ക് പറയേണ്ടത് തോന്നുന്നു. ഹേർട്ടല്ല, ഞാനിങ്ങനെ എന്നാവാറുണ്ട്. ഇല്ല, എനിക്കങ്ങനെ ഒരു ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ടും അങ്ങനെ ഇല്ല. എനിക്കങ്ങനെ ഒരാൾക്ക് ഇപ്പൊ ഒരു ആൾക്കാർ പറയുന്ന ഓർത്തിട്ട് എന്തായാലും ഞാനിപ്പോ എന്തായാലും അങ്ങനെയല്ല. അതൊക്കെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഒരു ഹേർട്ട് ഇല്ല. അടുപ്പമുള്ളവർ പറഞ്ഞാലേ എനിക്ക് സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഇന്ന് രാവിലത്തെ സ്വഭാവമല്ലോ വേറൊരു സ്വഭാവം തന്നെ. ശരിക്കും വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്വഭാവമാണ്. വെയിൽ വന്നാൽ എന്റെ ഒരു സഹിഷ്ണുത എനിക്ക് അപ്പൊ ഉണ്ടാവില്ല. അപ്പൊ എന്റെ സ്വഭാവം മാറും. മയിലിനെ പോലെ മഴക്കാർ കണ്ട അപ്പൊ പീലി വിടർത്തിയാണ്. സന്തോഷമാണ്. സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ കുറച്ചൊക്കെ.
അല്ല എനിക്കങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വഭാവമൊക്കെ മാറും. നമ്മൾ മാറ്റണ്ടേ, മോശം സ്വഭാവം കളയണം. നല്ലത് മാറ്റമുണ്ട് ഉണ്ടാ തോന്നുന്നു. ആൾക്കാരൊക്കെ പറയുന്നു മോശമുണ്ട്, ചില നല്ല പോലെ ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ പലതും എനിക്കിപ്പോ ഇല്ല. എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും. ഇപ്പൊ പണ്ടൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ദേഷ്യം വരുമ്പോ എനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോ, എനിക്ക് തന്നെ ഞാൻ തന്നെ ഞെട്ടുന്ന പോലെ എനിക്ക് ഉണ്ടാവാറുണ്ട്. വരുമ്പോ അതിന്റെ നമുക്കൊരു പരിധിയും പരിമിതിയും വെക്കണമല്ലോ അതിന്, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇല്ല, എനിക്ക് വരുമ്പോ ഈ നന്നായിട്ട് വരുന്നു. അപ്പൊ അതൊരു കുറച്ച് നാളായിട്ട് ഉണ്ടല്ലോ ഇത് മോശം ഒരു സാധനം ഞാൻ അക്വയർ ചെയ്ത് എവിടെ നിന്നാണ് എടുത്തോണ്ട് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മോശം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് ടോളറൻസ് ലെവലിൽ കൂടി അത് നല്ലതാണെന്ന് തോന്നുന്ന അങ്ങനെ നല്ലതും മോശമായിട്ടുള്ള മാറ്റങ്ങൾ സ്വഭാവത്തിലുണ്ട്. ചെയ്ത സിനിമകൾ പിന്നീട് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അല്ല, ആദ്യമേ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് പൈസ മേടിച്ചു കഴിഞ്ഞാൽ തീരെ തോന്നാറില്ല. അല്ല, എന്തിനാ ആദ്യം വരുമ്പോഴേ അത് കുഴിയാണ്, പക്ഷെ വേറെ ഓക്കെ കുഴിയിലേക്ക് ചാടാം. അത് സിനിമ മാത്രമല്ല, നാടകമൊക്കെ തോന്നിയിട്ടുണ്ട്, പഠിക്കാൻ പോകുമ്പോൾ തോന്നിയിട്ടുണ്ട് ഈ കോഴ്സിൽ ഞാൻ എന്ത് ചേർന്നു, ഇതൊരു കുഴിയാണല്ലോ, ഇത് എനിക്ക് പറ്റിയ കോഴ്സല്ല, ചാടിയേക്കാം. അങ്ങനെ ഞാൻ പല കാര്യവും ചെയ്യാറുണ്ട്. അങ്ങനെ ചാടുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ ഓക്കെ ഇതാണ് ഈ കുഴി. അല്ല, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, ഇപ്പൊ നടികളിൽ ഞാൻ ചിലത് എനിക്ക് ചെയ്യണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ നിതിന്റെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം പ്രശാന്ത് ഏട്ടൻ അഭിനയിക്കുന്നത്, പ്രശാന്ത് ഏട്ടനും സുരാജ് ഏട്ടനും ചെയ്യുന്ന ഒരു സീൻ ഞാൻ ശരിക്കും അതിലില്ല. അന്ന് ഞാൻ കുറച്ച് നിന്നു. അപ്പൊ ഞാൻ പ്രശാന്ത് ഏട്ടൻ അത് അങ്ങനെ ചെയ്തു. നമ്മൾ കാണുമ്പോൾ ആക്ടേഴ്സിനെ കാണുമ്പോൾ പഠിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടേക്ക് ശരിയാവാത്തപ്പോ അവരെന്ത് ചെയ്താണ് പഠിക്കാന്ന് വെച്ചാൽ ചിലപ്പോ എനിക്കത് അടുത്ത സിനിമയിൽ ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. പക്ഷെ അതൊരു അറിവാണ്, എൻ്റെ ഒരു ഒബ്സർവേഷൻ പോലെ ഉള്ളൊരു അറിവാണ്. അത് എനിക്ക് ഉപയോഗപ്രദമാവണമെന്നും വേറെ ഇൻ ദ സെൻസ് ഉപയോഗപ്രദമാണ്, ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉപയോഗപ്രദമാണ്. എനിക്കൊരു നടിതളത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചില സമയത്ത് നമ്മൾ ഓക്കെ ഇതൊക്കെ അത്ര ഓക്കെ അല്ലെങ്കിലും ഈ ഡയറക്ടർ സംസാരിക്കുമ്പോൾ വേറെ കുറെ കാര്യം ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കഥ എനിക്ക് അത്ര ഓക്കെ അല്ല, ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ അത്രയും രസമായിട്ട് വരുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിയാലും ഞാൻ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു കാരണം അല്ലല്ലോ, നമുക്ക് എല്ലാം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും, അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി വീഴുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടാത്തത് എടുക്കണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം ഇതിലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് താമസിക്കാൻ പോകുമ്പോൾ ഇപ്പൊ നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലത്തല്ല, അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ചിലപ്പോൾ ആ വീടിന് ചെറിയ ചോർച്ചയുണ്ട്, പക്ഷെ നമ്മളത് പരിഹരിക്കാനും അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പോയി നിൽക്കേണ്ട, അത് മറിഞ്ഞു വീഴണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് താമസം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ നമ്മൾ ആ വേണ്ടാത്തത് എടുക്കാതിരുന്ന പോരെ, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞില്ല, വെയിലാണോ മഞ്ഞോ മഴയാണോ മഞ്ഞെന്ന് അറിയില്ല. അല്ല എനിക്ക് പറഞ്ഞാട്ടെ കേട്ടോ, പിന്നെ മഴക്കാറ് വന്നോ പീലി എന്റെ പീലി എടുക്കാറായോ? അല്ല, ഞാൻ ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ അറിയാവുന്ന തോന്നും. ഞാൻ നേരെ റൂട്ടിലേക്ക് പോകാതെ ചോദിച്ചത് എനിക്ക് ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഞാൻ ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കുണ്ടായ വിവാദങ്ങളായിരിക്കും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ സിനിമയുടെ അതിൽ കുറച്ച് കനിയെ കിട്ടിയപ്പോൾ നമ്മളൊന്ന് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു സൂപ്പർ സംഭവമായി മാറണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുക. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് താങ്കളുടെ അടുത്ത് വലിയ ആക്ഷൻ സിനിമകൾ കണ്ട് വളർന്ന ഞങ്ങളൊക്കെ അച്ഛന്റെ ഡയലോഗുകൾ രണ്ട് സിനിമ കണ്ട മനസ്സിലായി. ലേലം 2 ഉണ്ടാകില്ല. ഉറപ്പിച്ചോ? ഇന്നലെ ഒരു ഉറപ്പില്ലാതായിരുന്നു. ഇല്ല, ഞങ്ങൾ വേറൊരു പ്രോജക്ടിന്റെ പ്ലാനിങ്ങിലാണ്. ലേലം 2 ഇപ്പൊ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. ഇല്ല എന്ന് തീർത്ത് പറയാം. അല്ലേ, എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെച്ചത്? വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ല, നമ്മളിപ്പം ഇപ്പോഴും നോക്കിയാലും ലേലം 2 കിടക്കുന്നുണ്ട്, ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ലിസ്റ്റ് ഞാനല്ലല്ലോ ലിസ്റ്റിൽ കിടക്കുന്നു. അപ്പൊ അതില്ല. ഇനി ഒരു പ്രൊജക്ട്, വലിയ പ്രോജക്റ്റ് എന്നുള്ള സാധനം ഒരിക്കലും നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു പ്രോജക്റ്റ് വലുതോ ചെറുതോ ഒക്കെ ആവുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി ചെയ്യാന്നുള്ളേ ഉള്ളൂ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പോലും ഇല്ല കേട്ടോ. അത് വയബിൾ ആയിട്ടുള്ളൊരു പരിപാടി ആയിരിക്കണം മറ്റൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉടനെ ഉണ്ടാവും. ഞാൻ എഴുത്തു പരിപാടികളിലേക്ക് ഇരിക്കുന്നു. സന്തോഷം ഓർമ്മപ്പെടുത്തിയതാ. ആ സന്തോഷം എന്നും കൊടുക്കും കേട്ടോ.
ഇതിലെനിക്ക് സന്തോഷം സന്തോഷം വേണ്ടാത്ത രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യണം. നമുക്ക് നിതിന്റെ വൈഫിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ പറയാം ഇങ്ങനെ എഴുതുമ്പോ. ഇത് വേറെ വഴിക്കും പ്ലാനിങ്. ഇതിന്റെ മ്യൂസിക് ഒക്കെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജൻ രാജാണ്, ക്യാമറ നിഖിലസ് പ്രവീൺ, പിന്നെ ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലം, കോസ്റ്റ്യൂംസ് നിസാർ, എഡിറ്റർ മൻസൂർ മുത്തൂട്ടി, മേക്കപ്പ് റോണിക്സ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സഞ്ജയ് പടിയൂരാണ്, ലൈൻ പ്രൊഡ്യൂസറായിട്ട് എൻ്റെ ബ്രദർ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ കഴിഞ്ഞ മുമ്പിലത്തെ പടത്തിലും ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും. ഇവരെ എല്ലാവരും ഒന്നിച്ചേ കാണാൻ പറ്റും. ഈ മുൻനിരയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. എല്ലാവരും സുരാജിനെ നേരത്തെ കണ്ടത്, പ്രശാന്തിനെ എനിക്കറിയാം, പക്ഷേ വിശ്വാസ ചേച്ചി ആണെങ്കിലും ഗ്രേസിനെ ആണെങ്കിലും ഞങ്ങൾ പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ, അന്ന് പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല അല്ലേ, അവള് വേറെ ഡിവിഷനിലായിരുന്നു. വെറുതെ ഉള്ള അത് അങ്ങനെയാണ്. എല്ലാ ഇന്റർവ്യൂലും ഒരു കള്ളം വെച്ച് പറയണത് വെച്ചിട്ട് ഓരോന്നിനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. സ്കൂളിലേ പഠിച്ചിട്ടില്ല. അത് ഇവിടെ അവിടെയും തിരുവനന്തപുരത്താണെന്ന്. ട്രിവാൻഡ്രത്ത്. പക്ഷെ പഠിക്കുന്ന കാലത്ത് അവിടെ എല്ലാം ഉള്ളൂ. ഇല്ല, അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഒരു വർഷം ഈ മുൻനിരയിലുള്ള എല്ലാവരെയും നേരിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ചേച്ചി ഞാൻ അതിനുമ്പ് എനിക്ക് പരിചയമില്ല. ഞാൻ പുള്ളിക്കാരി ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണ്. കനിയെ അതെ, ഗ്രേസിനെ അതെ, ആൽഫിയെ അതെ, നിരഞ്ജനെ നേരത്തെ അറിയാം, അമ്മൂനെ അതെ, പ്രശാന്തിനെ നേരത്തെ അറിയാം, സുരാജേട്ടനെ പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റുമായിട്ട് ആദ്യം കാണാൻ പോകുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഷാജോൻ ചേട്ടനെ അതെ ലൊക്കേഷനിൽ വരുമ്പോഴാണ്. നമ്മളും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കഥ പറയുമ്പോഴാണ്. അതെ അതെ, ജസ്റ്റ് അറിയാം എന്നുള്ളേ ഉള്ളൂ. അതെ, ഷാജോൻ ചേട്ടൻ, രമേശ് പിഷാരടി ചേട്ടൻ, ജനാർദ്ദൻ ചേട്ടൻ എനിക്ക് ആദ്യകാലം തൊട്ട്, ഞാൻ സിനിമയിൽ ആദ്യ സിനിമ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് ജനാർദ്ദനങ്ങളെ പരിചയമുണ്ട്. അപ്പോൾ ജനാർദ്ദനങ്ങളിൽ എനിക്ക് നല്ല സിക്കുണ്ടായിരുന്നു. ബാക്കി ഇവരുമായിട്ടൊക്കെ ഓൺ ദ ഡേ ഓഫ് ഷൂട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതൊന്നും അവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, അതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അടുത്ത സിനിമയിലേക്കും സന്തോഷം ഇടയ്ക്ക് തരുമെന്ന് വെച്ചാൽ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു തന്നപ്പോൾ, സൗഹൃദമല്ല ഒരു സിനിമയാണ് വലുതെന്ന് കാണുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയിൽ പല ആൾക്കാരെ വെക്കുകയല്ല നമ്മൾ സിനിമയ്ക്ക്. അതാണ് എനിക്ക് ഇതിൽ കണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടവരെ ഈ പ്രോഡക്റ്റിന് എന്താണോ വേണ്ടത് അതിന് ആവശ്യമുള്ളവരെ ചൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾക്കൊപ്പം ഉള്ളവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി പ്രോജക്റ്റ് നന്നാവുന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ആദ്യ പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്ത ആരും എൻ്റെ രണ്ടാമത്തെ പടത്തിലില്ല, രണ്ടാമത്തെ പടത്തിൽ കാസ്റ്റ് ചെയ്ത ആരും ഈ പടത്തിലില്ല. ഇവിടെ അങ്ങോട്ട് അതിനൊരു മാറ്റം ഉണ്ടാവണം. സന്തോഷം വിട്ടു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഇതിന്റെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹോപ്പ് ചെയ്തു എൻ്റെ ഒരു സീസൺ 2 ഉണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. അങ്ങനെ ആകുമ്പോൾ എല്ലാവരുമായിട്ടും എന്തായാലും ഞങ്ങൾ എവിടെ നിർത്തി അവിടെ നിന്ന് തുടങ്ങാൻ ഉള്ളൊരു അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇതിന്റെ 2 ഉണ്ടാകട്ടെ, സീസൺ 2 ഉണ്ടാകട്ടെ. അപ്പൊ എന്തായാലും സന്തോഷിപ്പിക്കാൻ തന്നെ നിങ്ങൾ ഉണ്ടാവും. ആ സന്തോഷം വലുതായി ആ സന്തോഷത്തിലേക്ക് പോകട്ടെ. അല്ല, ഈ സ്വഭാവം ഒന്നും പറയാൻ മടക്കി വെക്കുമെന്നാണ് പറയേണ്ടത്. ഉള്ളൊന്നും മാറാറില്ല, പക്ഷെ നമ്മുടെ ചില പെരുമാറ്റങ്ങളൊക്കെ മാറ്റാറില്ലേ, മാറും. അത് എല്ലാവർക്കും ഉള്ളതല്ലേ? അതെ അതെ, അതുപോലെ എനിക്കും ഉണ്ട്. എല്ലാവർക്കും ഉള്ളതേ ഉള്ളൂ, അല്ലാതെ കനിക്ക് മാത്രമല്ല. എന്നോടാ നേരത്തെ ചോദിച്ചത് സ്വഭാവം പറയുന്നു, എല്ലാവർക്കും ഉള്ളവരാണെങ്കിൽ എന്നോട് ചോദിക്കണ്ടല്ലോ. എങ്കിലും ഓർമ്മശക്തിയാണ് കേട്ടോ. ഓർമ്മശക്തി ഉണ്ടല്ലേ? വിശപ്പ് വന്നിട്ട് നിൽക്കുകയാണ്. അതെ അതെ, ഇനി വിശപ്പ് കൂടുന്നവരും സ്വഭാവം മാറുന്നു. എന്നത്തെ റിലീസാ കാര്യങ്ങളൊന്നും പ്രഷർ റൂമിലേക്ക് ഉടനെ ഉണ്ടാവും. മിഡ് ജൂലൈയിലേക്കായിരിക്കും ഇതിൻ്റെ റിലീസ്. ഹോട്ട്സ്റ്റാർ പ്ലസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവരുടെ അടുത്ത സീരീസ് റിലീസ് ആയിരിക്കും. മിഡ് ജൂലൈയിലാണ് ഇപ്പോൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സൗകര്യം പോലെ വീട്ടിലിരുന്ന് വീട്ടിലെ സൗകര്യത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾക്കൊരു മെജോറിറ്റിക്ക് എൻ്റർടൈൻഡ് ആവും എന്ന പ്രതീക്ഷയിലാണ് സിനിമ ചെയ്യുന്ന പോലെ ഇതും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാസ്റ്റ് ഉണ്ട്, അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത കഥയും തിരക്കഥയൊക്കെ ഉണ്ട്, അത്യാവശ്യം മോശപ്പെട്ട രീതിയിലല്ലാതെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പം കണ്ടിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും സത്യസന്ധമായ അഭിപ്രായങ്ങൾ അറിയിക്കുക. സൂപ്പർ ഹിറ്റ് ആർട്ടിനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാവരും കാണട്ടെ, ആദ്യം ആൾക്കാർ കാണട്ടെ, കാണുന്നതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാകട്ടെ. തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒത്തിരി നന്ദി, താങ്ക് യു, സന്തോഷം.